നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു സിനിമ കണ്ടു. ഇതിന്റെ പേര് ടുഗദർ എന്നാണ്. ഇതൊരു ബോഡി ഹൊറർ സിനിമയാണ്. ഇപ്പം ബോഡി ഹൊറർ എന്ന് പറയുന്ന ജോണർ ഉണ്ട് ഹൊറർ സിനിമകളിൽ. ആ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമയാണിത്. ഒരു കപ്പിള് അവരാണെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു കൺട്രി സൈഡിലോട്ട് താമസിക്കാൻ പോവുകയും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അതായത് അവരൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവിടെ ആണെങ്കിൽ അവിടെ ഒരു കേവ് ഉണ്ട്. അവിടെ പണ്ട് ഒരു കപ്പിൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ കേവിന്റെ അകത്ത് ഒരു പ്രത്യേകതരം വെള്ളവും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ആ കേവിന്റെ അകത്ത് പോയി പെട്ട് കഴിയുമ്പോൾ ഇപ്പം കപ്പിളായിട്ട് പോകുന്നവര്, അതായത് സ്റ്റാർട്ടിങ് കാണിക്കുന്ന ഒരു രണ്ട് പട്ടികൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അവര് ഒരുമിച്ച് ആവുകയാണ്. ആ പട്ടി രണ്ട് പട്ടികളും ചേർന്ന് ഒരുമിച്ച് ഒരു ശരീരമായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകതരം എന്താ ഒരു ശക്തിയുള്ള ഒരു വെള്ളമാണ് ആ കേവിലുള്ളത്. അപ്പൊ ഇവര് എങ്ങനെയോ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിപ്പെടുകയും പിന്നീട് അവര് ഒരു ശരീരമായിട്ട് മാറുന്നൊക്കെയാണ് ഇതിന്റെ ഒരു കഥയെന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹൊറർ ജോണറിലുള്ള ഒരു എന്താ പറയാ ഒരു സിനിമയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സ്കേറി മൂമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വലിയൊരു ത്രില്ലിംഗ് സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് അത്യാവശ്യം പേടിക്കുള്ള സീനുകളുണ്ട്, കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള സീനുകളുണ്ട്. എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് VFX കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ചെറിയ ലോ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ചെറിയ ക്രൂവിന്റെ കൂടെ എടുത്തിട്ടുള്ള ചെറിയൊരു സിനിമയാണ്. എന്നുവെച്ചാൽ വലിയ സ്റ്റാർ കാസ്റ്റിലോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എടുത്തിട്ടുള്ള സിനിമയൊന്നുമല്ല. പക്ഷെ ഒരു രസത്തിനിരുന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന രീതിയിലൊരു ബോഡി ഹൊറർ ജോണറുള്ള സിനിമയാണ് ടുഗദർ എന്ന് പറയുന്ന സിനിമ. അതിന് ക്ലൈമാക്സിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ടോട്ടലി കണ്ടുകൊണ്ടിരിക്കുക. ഒരു ക്രീപ്പിനെസ്സും ഒരു ഹൊററും ഒരു ചെറിയ രീതിയിലുള്ള ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. വലിയ ലെങ്ത് ഒന്നുമില്ല, ചെറിയൊരു സംഭവം കണ്ടു നോക്കുക. പിന്നെ എനിക്ക് എൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് തോന്നി പറഞ്ഞാൽ അതിന് കൂടുതൽ സാധ്യതകളൊന്നും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മിനിമൽ ക്യാരക്ടേഴ്സിനെ തന്നെ അവർ ചെയ്തു തീർത്തു. എനിക്കൊന്ന് കുറച്ചും കൂടെ സാധ്യതകളൊക്കെ ഉള്ള സിനിമയായിരുന്നു. പിന്നെ ഇതിലെ പല പല പേടിക്കുന്ന സീനുകൾക്ക് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വൺ ടൈം വാച്ചബിൾ ആണ്, കണ്ടു നോക്കുക ടുഗദർ. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കണ്ടു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നന്ദി, നമസ്കാരം, ബൈ.